ഇന്നലെ വൈകിട്ട് കിടന്നുറങ്ങിയപ്പോൾ എനിക്കൊരാഗ്രഹം, ഇന്ന് രാവിലെ എന്നാൽ മോളെ വിട്ടിട്ട് എൻ്റെ സ്വന്തം വീട് വരെ ഒന്ന് പോയാലും. പിന്നെ ഒന്നും വിചാരിച്ചില്ല. രാവിലെ മോളെ വിടാൻ പോയപ്പോൾ അവിടെ കൂടെ ഞാനും ഒരുങ്ങി നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ചനശ്ശേരി വന്ന് എൻ്റെ സ്വന്തം വീട്ടിലോട്ടുള്ള വണ്ടി കയറി ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഇറങ്ങിയിട്ട് ഒരു കുഞ്ഞ് കയറ്റമുണ്ട്. എന്നെ കെട്ടിച്ചവിടത്ത് നിരപ്പായ വഴിയാണ്, പക്ഷേ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു കയറ്റം കയറണം. കുറേ നാളായിട്ട് നിരപ്പായ വഴി കൂടെ നടന്നിട്ട് കയറ്റം കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. എനിക്ക് വലിയ വണ്ണമൊന്നുമില്ല, പക്ഷെ കയറ്റം കയറാൻ ഇച്ചിരി പാട് വിട്ട് പിന്നെ ഞാൻ പതിയെ നിന്ന് ഒരു വിധത്തിൽ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കയറ്റം കയറി ഒരു വിധത്തിൽ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താറായി. റോഡിൽ നിന്നൊരു 5 മിനിറ്റത്തെ നടപ്പേ ഉള്ളൂ, പക്ഷെ ആ കയറ്റം കയറുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഏകദേശം ഒരു 9:45 ആയി രാവിലെ. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായി. അമ്മ അവിടെ കാണത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് അമ്മ രാവിലെ പോയി. പിന്നെ അനിയനും പണിക്ക് പോയി. പിന്നെ വീട്ടിലാരുമില്ല, വീട് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചോണം, അവിടെ ഏതാണ്ടൊക്കെ ശകലം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്നെ കിട്ടിയാൻ എന്നെ കളിയാക്കുന്നത്, നീ രാവിലെ വീട്ടിൽ പോകുന്നത് വല്ലതും കഴിക്കാനല്ലേടി എന്നും പറഞ്ഞാൽ കളിയാക്കുന്നത്. എന്തായാലും വീടിൻ്റെ ഏകദേശം എത്താറായിട്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഞങ്ങളുടെ പറമ്പിലെയല്ല, ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിലെയൊക്കെ റബ്ബറും തൈയൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് ഭയങ്കര വെയിലാണ്. അങ്ങനെ വീട് ഏകദേശം എത്താറായി. കാണുന്നതാണ് എൻ്റെ വീട്. അമ്മയില്ലെങ്കിലും ഉച്ചയാകുമ്പത്തേനും അമ്മ വരത്തുള്ളെന്നാണ് പറഞ്ഞത്. അതുവരെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, കാരണം ഇങ്ങനെ കുഞ്ഞിലെ തൊട്ട് ഒറ്റയ്ക്കൊന്നും ശീലമുള്ളത് കൊണ്ട് വീട്ടിലാരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ അമ്മ താക്കോലൊക്കെ വെക്കുന്ന സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കതക് തുറന്നു. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് അമ്മ വീട്ടിൽ അത്യാവശ്യം പണികളെല്ലാം ഒതുക്കിയിട്ടുണ്ട്, കാരണം അമ്മയ്ക്കറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അതുകൊണ്ട് അമ്മ അതൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഞാൻ നേരെ ചെന്ന് അടുക്കളയിലോട്ടാണ് പോയത്. എന്താണ് ഉണ്ടാക്കി വെച്ചെന്ന് അറിയണ്ടേ. നോക്കിയപ്പോൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. അമ്മയും ആങ്ങളെയും കഴിച്ചു, ബാക്കി എനിക്കുള്ള അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറി മീനാണോ ഇറച്ചിയാണോ നോക്കുകയാണ്. അപ്പം മനസ്സിലായി ബീഫ് കറിയാണ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ചയാണ്ട് ബീഫ് മേടിച്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി എടുത്ത് കറി വെച്ചതാണ് എനിക്ക് വേണ്ടി. പിന്നെ ഒന്നും വിചാരിച്ചില്ല, ഡ്രസ്സ് മാറി നേരെ കപ്പയെടുത്ത് ബീഫ് കറി എടുത്ത് പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചു. ഇതാണ് എൻ്റെ വിശേഷം.